അപ്പം അതുകൊണ്ട് ഇത് സംബന്ധിച്ച് 1967 ഗ്രിഗോറിയൻ കുർബാനയെ സംബന്ധിച്ച് അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 60-70 വർഷങ്ങൾക്കിടയ്ക്ക് ഒരു ഡോക്യുമെൻ്റ് ഇറക്കിയിരിക്കുന്നത് 1967 ഒരു രേഖയാണ്. അതിൽ 2-3 ക്ലാരിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് നിഷേധിക്കുകയോ ഇത് പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് നിലവിലുണ്ട്. അതിന് തള്ളിക്കളയാതെ തന്നെ ചില വിശദീകരണങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് അന്ന് വരെ ഒരു ധാരണയുണ്ടായിരുന്നു, ഒരച്ഛൻ 30 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലണം, അതിനിടയ്ക്ക് ഒരു ദിവസം മുടങ്ങിയാൽ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങണം. 25-ാം ദിവസം അച്ഛൻ ചെല്ലാൻ സാധിച്ചില്ല, അതൊരു അപകടത്തിൽപ്പെട്ടു, അബോധാവസ്ഥയിലായി, അന്ന് കുർബാന എല്ലാം സാധിച്ചില്ല. അതുകൊണ്ട് പിന്നീട് അത് സുബോധാവസ്ഥയിൽ വരുമ്പോൾ ആദ്യം ചില 25 മാറ്റി വെച്ച് 1 തൊട്ട് വീണ്ടും ചെല്ലണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഈ 1967 ഡോക്യുമെൻ്റ് പറയുന്നു അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അച്ഛൻ അസുഖബാധിതനാവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ നിന്ന് മോചിതനായി വീണ്ടും കുർബാന ചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് വരെ ചെല്ലിയതിൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ വെച്ച് ചെല്ലിയാൽ മതി. ഇപ്പോൾ 25 കുർബാന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 26, 27, 28, 29, 30 അങ്ങനെ 5 കുർബാന കൂടി ചെല്ലിക്കഴിയുമ്പോൾ ആ ഗ്രിഗോറിയൻ കുർബാനയുടെ കടമ പൂർത്തിയാകും എന്ന് പറയും.